പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ സൃഷ്ടിച്ച തരംഗം കണ്ട് കൂടുതൽ വോട്ട് കോൺഗ്രസിന് നേടാൻ സാധിക്കുമെന്ന ചിന്ത കൊണ്ടാണോ എന്നറിയില്ല. നരേന്ദ്രമോദിയെ പോലെ തന്നെ കോൺഗ്രസ് കേരളത്തിൽ പ്രചരണത്തിനായി കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഇറക്കി. രാഹുൽ ഗാന്ധി നിരവധി സൗജന്യ പദ്ധതികൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ച് പ്രചരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അത്തരത്തിൽ കൊടുത്ത ഒരു വാഗ്ദാനമാണ് കോൺഗ്രസിന് തന്നെ പാരയായിരിക്കുന്നത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. സ്ത്രീകൾ ഒന്നടങ്കം ഇവരെ അനുകൂലിക്കുമെന്നും സ്ത്രീപക്ഷ വോട്ടുകൾ ലഭിക്കുമെന്നുള്ള മുൻധാരണയിൽ തന്നെ ആയിരിക്കാം രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു വാഗ്ദാനം മുന്നോട്ട് വെച്ചത്. അത്തരത്തിലൊരു വാഗ്ദാനം സ്ത്രീകൾക്ക് ഒരു സുരക്ഷ കൊടുക്കാനും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ആനുകൂല്യം നൽകുന്നതിലും ഒന്നും തെറ്റില്ല. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം KSRTCയുടെ വികസനം എന്ന് പറയുന്നത്, KSRTCയുടെ വരുമാനം എന്ന് പറയുന്നത് വളരെയധികം പ്രശ്നത്തിലായിരുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയും KSRTC ഒന്ന് പച്ച പിടിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇത്തരത്തിലൊരു പ്രസ്താവന ഇവിടെ നടത്തിയിരിക്കുന്നത്. അരിയാഹാരം ഭക്ഷിക്കുന്ന കേരളീയർക്ക്, മലയാളികൾക്ക് നന്നായിട്ട് അറിയാം KSRTCയിൽ ഇനിയൊരു സൗജന്യ യാത്ര കൂടി നൽകുകയാണ് എന്നുണ്ടെങ്കിൽ KSRTC വീണ്ടും പഴയ പടിയിലാകാൻ യാതൊരു തടസ്സവുമില്ല. അപ്പോൾ അതൊരു ദീർഘവീക്ഷണവുമില്ലാത്ത ഇത്തരം നേതാക്കന്മാർക്കൊപ്പം കേരള സമൂഹം നിൽക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഒപ്പം കോർപ്പറേഷൻ ഭരണം വന്നതിനു ശേഷം 45 ദിവസത്തിനുള്ളിൽ നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് എത്തിക്കുമെന്ന് BJP നേതാക്കന്മാർ പറഞ്ഞിരുന്നു. അവർ ആ വാക്ക് പാലിക്കുകയും ചെയ്തു. എന്നാൽ വന്ന മോദി വാഗ്ദാനങ്ങളൊന്നും നടത്തിയില്ല എന്നതായിരുന്നു ഇവിടെയുള്ള ഇടതു വലതു മുന്നണികളുടെ പരാതി. അവിടെയാണ് രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും വ്യത്യസ്തനാവുന്നത്. മോദി ഇല്ലാത്ത കാര്യങ്ങൾ പറയില്ല. മോദി ഒരു കാര്യം പറഞ്ഞാൽ അത് നടത്തിയിരിക്കും. നടത്താൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ മോദിയും BJPയും NDAയും ഒക്കെ പറയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വാഗ്ദാനത്തിന് പ്രസക്തിയില്ല എന്ന് കണ്ടിട്ട് തന്നെയാണ് നരേന്ദ്രമോദി അപ്പോൾ ആ സമയത്ത് അത്തരം നടപ്പിലാക്കാൻ സാധിക്കാത്ത വാഗ്ദാനങ്ങളൊന്നും നൽകാതിരുന്നത്. എന്നാൽ അവിടെ ഒന്ന് ആളാവാൻ നോക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ ഒരു വാഗ്ദാനം അമ്പെ ചീറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിനെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, വികസനത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത സ്ത്രീകൾ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണെന്ന്. എന്നാൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്ന സ്ത്രീ സമൂഹങ്ങൾ ഉൾപ്പെടെ കേരള സമൂഹത്തിന് വ്യക്തമായ ധാരണയുണ്ട് ഇതൊരിക്കലും നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല, പൊള്ളയായ വാഗ്ദാനമാണ്. പക്ഷെ അത് എന്തെങ്കിലും കാരണവശാലും നടത്തി കാണിച്ചു തരാം എന്നുള്ള വാശിയിൽ കോൺഗ്രസ് മുന്നോട്ട് പോയാൽ അത് KSRTCക്ക് കുഴി തോണ്ടലായിരിക്കുമെന്ന് ജനങ്ങൾക്കും അറിയാം. അങ്ങനെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ വരവ് ശരിക്കും ഒരു പ്രയോജനം ചെയ്യാത്ത ഒരു നിലയിലേക്ക് പോയിരിക്കുകയാണ്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുക സർക്കാരിന്റെ സബ്സിഡി വഴിയെന്നാണ് കോൺഗ്രസ് പറയുന്നത്. തെലങ്കാനയിലും കർണാടകയിലും ഈ രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. അവിടുത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആഡംബര ബസ്സുകൾ ഒഴികെയുള്ളവയിലാണ് സൗജന്യ യാത്രയുള്ളത്. തമിഴ്നാട് സർക്കാർ 2021 നടപ്പിലാക്കിയ സൗജന്യ യാത്രയുടെ ചുവട് പിടിച്ചാണ് തെലങ്കാനയിലും കർണാടകയിലും പദ്ധതി നടപ്പിലാക്കിയത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾക്കായി ജനകീയ പദ്ധതി വേണമെന്ന പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടപ്പിലാക്കിയത്. അതിനുള്ള പണം ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സബ്സിഡിയായി സർക്കാരിനും ആവശ്യപ്പെട്ടു. സമാന രീതിയിലുള്ള സബ്സിഡി മാതൃകയാവും കേരളത്തിലും നടപ്പാക്കുക എന്നതാണ് സൂചന. എന്നാൽ ഇത് കേരളത്തിൽ എത്രത്തോളം പ്രായോഗികമാകും എന്നാണ് കണ്ടറിയേണ്ടത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.